ശരി, ഇതാണ് ആർഷോ. ഇപ്പോൾ ഈ സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാമോ? സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് മാത്രമല്ലല്ലോ, എന്തൊക്കെ നടപ്പായി എന്ന് ജനം കൂടി വിലയിരുത്തുകയാണല്ലോ. ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുടിശ്ശിക നൽകിക്കൊണ്ടിരിക്കുകയാണ്, ശരിയാണ്. ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ അപ്പോഴത്തെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് 20 മാസത്തെ കുടിശ്ശികയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. തൊഴിലാളികൾ സ്വയം അടച്ച പെൻഷൻ ഭാഗം അടക്കമുള്ളതാണ് സർക്കാർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നത്. 20 മാസത്തെ കുടിശ്ശിക എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. പിന്നെ ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം ഒരു വശത്ത് നടക്കുന്നു. പട്ടികവർഗക്കാരുടെ പല പദ്ധതികളും നിർത്തിവച്ചിരിക്കുന്നു, അവർക്കുള്ള പല ഫണ്ടുകളും നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയും നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നതിൻ്റെ സൂചനയാണ്. അതുകൂടി പ്രതിഫലിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? ഇതിനകത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിലെ എന്നോടല്ലേ സർക്കാരിന്റെ പ്രവർത്തനം ഉൾപ്പെടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടപെടലിനെ സംബന്ധിച്ചും ജനം വിലയിരുത്തണം. അതിനെ സംബന്ധിച്ച് ജനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇടകീറിയിട്ടുള്ള പരിശോധന നടത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വിലയിരുത്തി തന്നെയാണല്ലോ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കടന്നു പോകുന്നത്, അതിനകത്ത് തർക്കമില്ല. ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് മുൻപ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്കകത്തുള്ള വിയോജിപ്പ് ഒന്ന് UDF-ന്റെ പ്രതിനിധി സൂചിപ്പിച്ചു, സൂചിപ്പിച്ചു ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാർ കിറ്റ് നേടി അല്ലല്ല UDF-ന്റെ പ്രതിനിധി സൂചിപ്പിച്ചു കിറ്റ് മേടിച്ച് വോട്ട് ചെയ്ത ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള നിലയ്ക്കൊക്കെ ഇവർ പറഞ്ഞ പോലെ കേരളത്തിലെ വോട്ടർമാരെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഈ ഏത് സാഹചര്യത്തിലാണ് ഈ നാട് കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ദുരന്തത്തിന്റെ ഘട്ടമുണ്ടായ ഘട്ടത്തിലാണ് കിറ്റ് ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഒരു സർക്കാർ മുന്നോട്ട് പോയത്. ആ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ജനങ്ങളാകെ ഒരു കിറ്റ് കിട്ടുമ്പോഴേക്കും ഒരു സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന നിലയിലേക്ക് ഇത്രയേറെ ചുരുക്കി ഈ നാട്ടിലെ മനുഷ്യരെ കാണുന്ന നിലയിലേക്ക് UDF-ന്റെ പ്രതിനിധി കടന്നു പോകരുത് എന്ന് വളരെ വിനീതമായി അദ്ദേഹത്തോട് അങ്ങനെയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനകത്ത് കിറ്റ് മേടിച്ച് വോട്ട് ചെയ്ത ആളുകൾ എന്ന നിലയിലേക്ക് വോട്ടർമാരെ ചുരുക്കാൻ വേണ്ടി പാടില്ല. ജനങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു കിറ്റിന്റെ പുറത്ത് മാത്രമാണോ ഈ പറഞ്ഞ നാട്ടിലെ മനുഷ്യർ വോട്ട് ചെയ്യുക? അല്ലെന്ന് ഈ നാട്ടിലെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്, അത് മുഴുവൻ അവലോകനം ചെയ്ത് അതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടാണ് ഈ നാട്ടിലെ മനുഷ്യർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുക. പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ നാട്ടിലെ മനുഷ്യരെ അങ്ങനെ ചുരുക്കി കെട്ടാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് BJP-യുടെ പ്രതിനിധി ആവർത്തിച്ച് ഈ നാടിനകത്ത് BJP പ്രതിനിധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനെ ഈ നാട് തിരിച്ചറിയും. എങ്ങനെയാണ് ഒരു ജില്ലയെ, ഒരു പ്രദേശത്തിന് മതം കലർത്തി കൊടുക്കാൻ വേണ്ടി കഴിയുക? ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷ മനുഷ്യരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തിന്, ഇന്ത്യ പോലൊരു സെക്യുലർ രാജ്യത്തിനകത്ത് ഒരു പ്രദേശത്തിന് മതം ചാർത്തി കൊടുക്കുന്ന നിലയിലേക്ക് BJP കടക്കുന്നതിനെ ഈ നാട് തിരിച്ചറിയും. ഈ വിദ്വേഷ പ്രചരണം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടർ ഇപ്പോഴും അടുപ്പിക്കാൻ കൊള്ളാത്ത ആളുകളാണെന്ന് ഈ നാട്ടിലെ മനുഷ്യർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ജില്ലയുടെ രൂപീകരണ ഘട്ടം മുതൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം മുന്നിട്ടിറങ്ങിയ ഘട്ടം മുതൽ ഇങ്ങോട്ട് മലപ്പുറം ജില്ലയെ കേരളത്തിലെ മറ്റ് 13 ജില്ലകളെ ഏത് നിലയിലാണോ ആ നിലയിൽ തന്നെയാണ് ഇടതുപക്ഷം കണ്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആദ്യം താങ്കൾ പറഞ്ഞ പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷൻ കുടിശ്ശിക കൊടുക്കേണ്ടത് തന്നെയാണ്, അത് ആളുകളുടെ അവകാശമാണ്. ആർഷോ അത് പക്ഷേ ഓണ വിഷു സമ്മാനം എന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അതൊന്ന്. ഇനി പറഞ്ഞ ഒരു പ്രദേശത്തെ വർഗീയമായി ചിത്രീകരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം, അതിൽ CPM-ഉം സമാനമായി പ്രതികരണങ്ങൾ നടത്തിയത് നമ്മുടെ മുന്നിൽ പല വർഷങ്ങളായി നടത്തിയതുണ്ട്. ഏറ്റവും ഒടുവിൽ വിജയരാഘവൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന വിജയരാഘവൻ, നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ അംഗം, വയനാട്ടിൽ നിന്ന് 2 ആളുകൾ വിജയിച്ചു. രാഹുൽ ഗാന്ധി ജയിച്ചത് ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തുമോ? അദ്ദേഹമല്ലേ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയ്ക്ക് മുന്നിലും പിന്നിലും? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ വരെ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിജയരാഘവൻ പ്രസംഗിച്ചത്. ഇതിന്റെ അർത്ഥം എന്താണ്? എത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MP-യെയാണ് ഈ തരത്തിൽ അപമാനിക്കുന്നത്? അപ്പോൾ ഒരു ജനതയെ തന്നെ അപമാനിക്കുന്ന പ്രതികരണമാണ്. ചോദ്യം മനസ്സിലായി. അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഈ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ട ഘട്ടത്തിൽ വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രകടനം ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയുടെ ആസ്ഥാനത്തേക്ക്. ആ പ്രകടനം നയിച്ചത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നുണ്ട്. ആ പ്രകടനത്തിൽ ഉയർന്നു വന്ന
പാകിസ്ഥാൻ പ്രതിപാദിപ്പിക്കപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യങ്ങൾ മുടക്കിയ പ്രകടനത്തെ നയിച്ച ആളുടെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നുള്ളതായിരുന്നു. മലപ്പുറം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എ വിജയരാഘവന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിലെ SDPI, കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി വളരെ പബ്ലിക്കായി UDFന്റെ ഘടകകക്ഷികൾ എന്നുള്ള നിലയ്ക്ക് അവർ സഖ്യമായി നിന്ന് മത്സരിച്ചതിന്റെ പശ്ചാത്തലം ഈ നാടിനകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ വിമർശനമുണ്ട്. ആ രാഷ്ട്രീയ വിമർശനമാണ് എ വിജയരാഘവൻ ഉൾപ്പെടെ ആവർത്തിച്ച് ഉയർത്തിയിട്ടുള്ളത്. നിലമ്പൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെയാണ് പറഞ്ഞത് SDPI അടക്കമുള്ള എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന്. അല്ലല്ല, SDPIയെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SDPIയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ RSSന്റെയോ വർഗീയത ശിരസിൽ പേറുന്ന ഒരു മനുഷ്യന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ട് തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തോടെ എന്താണ് നിങ്ങൾക്ക് മൗനം ആർഷോ? അതിലൊരു കള്ളക്കളിയില്ലേ? അതെന്താണ് പറയാനൊരു മടി? ഞങ്ങൾക്കൊരു ഒരു മൗനവും ഒരു വാചകം പറയൂ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളുടെ വിലപ്പോവില്ല എന്നെന്താണ് പറയാത്തത്? തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് പൊന്നാട അടിക്കാനല്ലേ മുഖ്യമന്ത്രി പോയത്? എന്താണ് തർക്കം സ്മൃതി? എന്താണ് തർക്കം? അതിനുശേഷം വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്താനാണല്ലോ മുഖ്യമന്ത്രി പോയത്. സ്മൃതി ഉൾപ്പെടെ കേരളത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് സംഭവം നടത്തിയിട്ടുള്ള ആളുകളല്ലേ? ആ സംഭവത്തിനകത്ത് ഇടതുപക്ഷത്തിന് പ്രതികൾ വന്നിരുന്നിട്ടില്ലേ? എന്താ ഇടതുപക്ഷ മുന്നണി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്? അത് നന്നായി ഗംഭീരായി എന്നാണോ? അത് തെറ്റായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് എന്താ തർക്കമുള്ളത്? നോക്കൂ, നിങ്ങൾ ഒന്ന് പതുക്കെ തലോടി ഒന്ന് അയ്യോ ചെയ്ത മോശമായിട്ടോ എന്ന് പറഞ്ഞ ശേഷം പോയി പൊന്നാട അണിയിച്ചാൽ നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ് ആർഷോ? നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ്? അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി, കുമാരനാശിനേക്കാളും വലിയ നേതാവായി പുകഴ്ത്തിക്കൊണ്ട് അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മളൊക്കെ കേട്ടതല്ലേ? സ്മൃതി, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അതിലുള്ള വിമർശനം അത് തെറ്റായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ലാതെ ഞങ്ങൾക്ക് മറുപടി ഉണ്ട്. ആ ഒരു പരാമർശം, ആ തെറ്റായ പരാമർശം നടത്തി എന്നുള്ളതിന്റെ പേരിൽ സമൂഹത്തിനകത്ത് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അത് അദ്ദേഹം തിരുത്തണം, അതിനകത്തൊരു തർക്കമില്ല എന്ന് പറഞ്ഞ് എനിക്ക് കാലാകാലങ്ങളോളം മെഷീൻ എവിടെയാണ് നിൽക്കുന്നത്? മുഖ്യമന്ത്രി ചില വർഗീയതയിൽ നിങ്ങൾക്ക് നല്ലവണ്ണം അളവെടുക്കാൻ പറ്റുന്നുണ്ട്, ചില വർഗീയതയിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അല്ല സ്മൃതി, താങ്കളുടെ അഭിപ്രായമാണോ SDPIയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ അതേ കുറ്റിയിൽ കെട്ടേണ്ട ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള സ്മൃതിയുടെ അഭിപ്രായമാണോ? വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരോധ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ്. അദ്ദേഹം സാമുദായിക നേതാവാണ് എന്നുള്ളത് നിങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടാവും. എനിക്കത് പ്രശ്നമല്ല. സ്മൃതിയുടെ പ്രശ്നം ഇവിടെ എനിക്ക് വിഷയമല്ല. നിങ്ങളതിനെ വളരെ തെറ്റായി വായിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പരാമർശത്തെ ഞങ്ങൾ ആശ്ലേഷിച്ചെങ്കിൽ അങ്ങ് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ഈ ഘട്ടത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പരാമർശം തെറ്റാണെന്നല്ല പറഞ്ഞേ, അത് ശരിയായിരുന്നു എന്നാണോ പറഞ്ഞത്? അല്ല. ഇനി SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കുറ്റിയിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി പാടില്ല. അത് നിങ്ങൾ ചെയ്യുന്ന അങ്ങേയറ്റം തെറ്റായ ചരിത്രവിരുദ്ധായ വലിയ നീതി നിഷേധമാണ്. അതിനകത്തൊരു തർക്കമില്ല. ഇനി ജമാഅത്ത് ഇസ്ലാമിയെയും SDPIയെയും വിമർശിക്കുന്നതിനെ മലപ്പുറം ജില്ലയെ വിമർശിക്കുന്നതായി, മുസ്ലിം സമുദായത്തെ ആകെ വിമർശിക്കുന്നതായി നിങ്ങൾ എന്തിനാണ് കൊണ്ടുപോയി വിജയരാഘവൻ പറഞ്ഞതിനെ നിങ്ങൾ തള്ളുകയാണോ കൊള്ളുകയാണോ? ആരുടെ പിന്തുണയിലാ ജയിച്ചത്? SDPIക്കൊക്കെ എത്ര വോട്ടുണ്ട് ആർഷോ? SDPIക്കൊക്കെ എത്ര വോട്ടുണ്ട് ആർഷോ? ഒരാളുടെ വിജയത്തെ ഇത്ര ചുരുക്കി കാണാമോ? നിങ്ങൾ പാലക്കാട് ഇത് തന്നെ കളിച്ചു, നിങ്ങളിപ്പോൾ നിലമ്പൂരിലും അത് കളിക്കുകയാണോ? അതിന് പൊളിറ്റിക്സ് ഉണ്ട്. അവർക്ക് എത്ര വോട്ടുണ്ട് എന്നുള്ളതല്ല. അതുപോലെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണം ലക്ഷ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളെ തള്ളിപ്പറയാൻ ഒരുക്കമല്ലാതെ അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവിടെ നടപ്പാക്കണമെന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേര് ആർഷോ പറയണം. അല്ലല്ല, ഈ കേരളത്തിലിരുന്ന്, ഈ ഇന്ത്യയിലിരുന്ന് അത് പറയാൻ ധൈര്യമുള്ള, കേരളത്തിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു നേതാവ്, ഇസ്ലാമിക് സ്റ്റേറ്റ് നടപ്പാക്കണമെന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ പേര് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഹിന്ദു രാഷ്ട്രം എന്ന പ്രയോഗം നടത്തുന്ന നേതാക്കൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, അല്ലേ?
എന്താ തർക്കം? അങ്ങനെ ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകളോട് പോരടിച്ച് അവരെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ഈ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ നിലയിൽ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ മൗദൂദി നിർമ്മിച്ചിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഉണ്ടല്ലോ, അവരെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവർ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഉണ്ടല്ലോ, അതിനെ ഞങ്ങൾ തുറന്നെതിർക്കും. അതിനകത്തൊരു തർക്കവും വേണ്ട. അതിനെ മുസ്ലിം വിരുദ്ധതയാണെന്നോ മലപ്പുറം വിരുദ്ധതയാണെന്നോ സ്ഥാപിക്കുന്നതിന് വേണ്ടി സതീശൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഉണ്ടല്ലോ, അത് തെറ്റായിട്ടുള്ള ഇടപെടലാണെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതിലും ക്രൂരമായി മലപ്പുറം ജില്ലയെ ഇന്നിപ്പോ ഈ RSS പറയുന്നുണ്ടല്ലോ, അതിന് സമാനമാവിധം മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയുണ്ടാകരുത് എന്ന് പറഞ്ഞ് പ്രകടനം നടത്തി ആര്യടം മുഹമ്മദാണ് ആ ചരിത്രം. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ്, അത് മതന്യൂനപക്ഷ വർഗീയരുടെ ശാക്തീകരണ മേഖലയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ തന്നെ നേതാവായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഇങ്ങനെ ഓരോരോ ഉദാഹരണങ്ങളായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.